ഓടക്കാരെന്ന് വിളിച്ചോണ്ടല്ലോ. എന്റെ അളിയന്റെ അടുത്ത് ഉടക്കാൻ വന്നോണ്ടല്ലേ. തന്റെ അളിയൻ എന്താ ആകാശത്ത് പൊട്ടി വീണതോ? എനിക്കുണ്ട് ചോദിക്കാനും പറയാനും ഒരളിയൻ. അയ്യോ അളിയൻ, പെണ്ണുങ്ങളുടെ പുറകെ വായി നോക്കി നടക്കുന്ന ആ അളിയനാണോ അളിയൻ? ഇതാ കണ്ടോ, ഒരളിയൻ എങ്ങനെ ഇരിക്കണമെന്ന് ഈ അളിയന്റെ മുഖത്ത് നോക്കണം. എന്താ തേജസ്! രാത്രിയിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഇതുപോലെ അളിയൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. നിങ്ങൾ എന്നെ പറഞ്ഞോ? എന്റെ അളിയനെ പറഞ്ഞാലുണ്ടല്ലോ. അളിയനെ മാത്രമല്ല നിങ്ങളെയും പറയും. അത് ശരി, എന്റെ അളിയനെ പറയുമല്ലേ? അടിക്കണ്ട. അയ്യോ സൂനേട്ടാ, ഞാനും വരുന്നു. നീ വരണ്ട. അല്ലേ, നിക്ക്. അയ്യോ സൂനേട്ടാ, വേണ്ട സൂനേട്ടാ. അയ്യോ വേണ്ട, വേണ്ട സൂനേട്ടാ, വേണ്ട. എന്നെ തടയരുത്, എന്നെ തടയരുതെന്നാ. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിച്ചു, പക്ഷെ എന്റെ അളിയനെ പറഞ്ഞാൽ കൊല്ലണ്ട സൂനേട്ടാ. അതെ, എന്നാ പിന്നെ ഞാനങ്ങ് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കൊന്നുകളെ. അളിയനോ? അല്ല അളിയനെ ഞാൻ. അയ്യോ വേണ്ട, വേണ്ട. അതെ സൂനേട്ടാ, എന്നെ ഓർക്കണം. സൂനേട്ടാ ജയിലിൽ പോയ പിന്നെ എനിക്ക് ആരുമില്ല. നീ എന്നെ മാനസികമായിട്ട് ചഞ്ചലപ്പെടുത്തരുത്, കൺഫ്യൂഷനിലാക്കരുത്. ഞാനൊരു ദൃഢനിശ്ചയത്തിലാണ്, ദൃഢനിശ്ചയത്തിൽ. ഞാൻ വിടില്ല. അയ്യോ സൂനേട്ടാ, ഓടല്ലേ. സൂനേട്ടാ അയ്യോ എന്റെ അളിയനെ അധിക്ഷേപിച്ച ആളവിടെ. അയാളുടെ ചോര കുടിച്ച് എന്റെ വെട്ടുകത്തിക്ക് ദാഹം തീർക്കണം. രുതിരപാനം നടത്തണം, രുതിരപാനം. അളിയൻ അകത്തേക്ക് പോയപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി പ്രശ്നമല്ലോ നടക്കുന്നു. ഓടിക്കളഞ്ഞു. പോയില്ല. ഞാൻ ഓടിച്ചു തരാം. വേണ്ട അളിയ, ഈ വെട്ടുകത്തി അയാളുടെ ദേഹത്ത് കൊണ്ടാ തന്നെ അതിന്റെ ക്ഷീണം ഈ വെട്ടുകത്തിക്കല്ലേ. സുഗുണേട്ടാ, തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങ്. അതിരിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉടക്കിയത്? അല്ല, അതിപ്പോ ഒരു ഉടക്കടക്കാൻ എത്ര സമയം വേണം? ഒന്നും രണ്ടും പറഞ്ഞു ഉടക്കായി. അല്ല, അതൊക്കെ ശരി തന്നെ. എന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമല്ലോ. ഓ, അവരൊക്കെ സാധാരണക്കാരല്ലേ. അയാളെ പോലുള്ള മുട്ടാളന്മാർക്കേ കാര്യം വേണ്ട, കാരണവും വേണ്ട. അതെ, ശാരദ പറഞ്ഞ കറക്റ്റാ. അളിയനെ അകത്ത് പോയി വെട്ടുകത്തിയെ കൊണ്ടുപോയി. അല്ല, അയാളെ ഒന്നുകൂടെ വേണ്ട, പോട്ടെ. വെട്ടുകത്തിക്ക് ചോര കൊടുക്കണമല്ലോ. പോ സുഗുണേട്ടാ, പോ. വാക്കത്ത് ഇങ്ങോട്ട് നടക്കുക. സുഗുണേട്ടാ, ഓ, മൂക്കിന്റെ അറ്റത്താ ദേഷ്യം. ഇങ്ങനെ തിരിഞ്ഞു പിരിഞ്ഞു നോക്കാതെ എടുത്ത് ചാടല്ലേ. ആ, വെട്ടൊന്ന് മുറി 3, അതാണ് എന്റെ പോളിസി. മുറി 2 അത് സാധാരണക്കാർക്ക്. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ സൂണന് 3 ഇരട്ടി ശക്തിയാണ്, 3 ഇരട്ടി ശക്തി. ഹോ, എന്നോട് ഇങ്ങനെയൊന്ന് ചൂടായി കളയില്ല കേട്ടോ. നീ എന്റെ വാമഭാഗമല്ലേ? എന്ത് ഭാഗം? വാമഭാഗം. അതിരിക്കട്ടെ, ആ വിശ്വാസാർ എന്തിനാണ് അളിയന്റെ കൂടെ ഉടക്കിയത്? ആ, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഉടക്കാൻ ഒരു കാരണം വേണ്ടേ? അപ്പോഴത്തെ ആവേശത്തില് എന്റെ മനസ്സിൽ ആ ഒരു തോന്നല് പോയില്ല. അതുമല്ല, ഉടക്കിന് വന്ന ആള് ഞാൻ അടുക്കളയിൽ വന്നപ്പോഴേക്കും പെട്ടെന്ന് പൊക്കളഞ്ഞെന്ത്. ശാരദേ, എനിക്ക് ഭയങ്കര സന്ദേഹിക്കേണ്ടതായി വരുന്നു. എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അതെനിക്കിപ്പൊ പറയാൻ പറ്റുന്നില്ല. ഇല്ല, അത് ഉടക്കല്ല ശാരദ, ഉടക്കല്ല. അത് എന്റെ അന്തരംഗം എന്റെ കൂടെ മന്ത്രിക്കുന്നത് ഇതായി ചെവി കൊണ്ട് എനിക്ക് കേൾക്കാം. സുഗുണ, നീ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കണ്ണിൽ മണ്ണിടപ്പെട്ടിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭയങ്കരമായ എന്തോ കരുനീക്കങ്ങൾ നമുക്ക് ചുറ്റും നടക്കുകയാണ് ശാരദ, നമുക്ക് ചുറ്റും നടക്കുകയാണ്. പക്ഷേ എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ചാക്കൊള്ളാം, സുഗുണൻ മണ്ടനല്ല. എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ചാൽ കൊള്ളാം, സുഗുണൻ മണ്ടനല്ല. സുഗുണൻ മണ്ടനല്ല അല്ലേ? അല്ല.